എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. സോ നമുക്ക് ഓപ്പൺ ടെസ്റ്റ് നോക്കുന്നതിൽ ഇന്ന് വലിയ അർത്ഥമില്ല. കാരണം ഒരുപാട് ദിവസം ഇനി എക്സ്പയറിയിലേക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്പൺ ടെസ്റ്റിൽ ഇന്ന് വലിയ കാര്യമില്ല. കാരണം ഓപ്പൺ ടെസ്റ്റ് കറക്റ്റ് ആവുന്നത് ഒരു എക്സ്പയറിയുടെ ഒരു ആദ്യ പകുതി കഴിയുമ്പോൾ, അതായത് രണ്ടാം പകുതിയിലൊക്കെ ആകുമ്പോഴേക്കാണ് ഓപ്പൺ ടെസ്റ്റ് ബേസ്ഡ് അനാലിസിസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ എന്താണ് ടെക്നിക്കൽ സൈഡ് ആൻഡ് ഒരു പ്രീമിയം ബേസ്ഡ് നോക്കാം. അതിനാദ്യം ഞാൻ NSEയുടെ സൈറ്റ് എടുത്തിട്ടുണ്ട്. NSEയുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയ സ്റ്റോക്സ് നോക്കാം. ഈ ഡൗൺ ആയ സ്റ്റോക്സ് നോക്കുന്നതിന്റെ കാരണം ഡൗൺ ആകുമ്പോൾ നമുക്ക് എന്താണ് IV നന്നായിട്ട് കൂടുതലുണ്ടായിരിക്കും. ഇപ്പോൾ ലൂസേഴ്സ് നോക്കാം. ലൂസേഴ്സ് ഇൻഡിഗോ, അദാനി എന്റർടൈൻമെന്റ്, ഡോക്ടർ ഡി, ഹിൻഡാൽകോ, ബജാജ് ഫിൻസർവ്. സോ നമുക്ക് ആദ്യം ഇൻഡിഗോ നോക്കാം. ഇൻഡിഗോ ആക്ച്വലി കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ആണ്, എന്നാൽ പോലും നമുക്ക് ഇൻഡിഗോ ഞാനൊരു 1 hour ചാർട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് അനാലിസിസിന് 1 hour ചാർട്ട്. ഓക്കെ, ഇൻഡിഗോ അത്യാവശ്യം ഡൗൺ ആയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഒരു ഓവർ സോൾഡ് സെനാരിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ലോ നോക്കാം. ഇപ്പൊ 4400 അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. ഒരു 3900 പുട്ട് സൈഡ് നോക്കാം. സോ ഞാനിവിടെ ഓപ്ഷൻ ചെയിൻ എടുക്കുന്നു. ഓപ്ഷൻ ചെയിൻ NS ഇൻഡിഗോ 3900 പുട്ട്. ഓക്കെ, 34 ഉണ്ട്, കൊള്ളാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഇൻഡിഗോ നമ്മൾ 3900 പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 35 rupees പ്രീമിയം ഉണ്ട്. ഓക്കെ, സോ ഇത് അത്യാവശ്യം പ്രോബബിലിറ്റി ഉണ്ട്. 88% പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്ര സേഫ്റ്റിയുടെ കേസ് ഈ ഏർലി സ്റ്റേജിൽ നോക്കണമെന്നുള്ളതാണ് ഫസ്റ്റിലെ കാര്യം. കാരണം നമുക്കാകെ 4200 രൂപയാണ് പ്രോഫിറ്റ് ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. ഒരു 4000 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 10% കുഷ്യൻ ഉണ്ട്. സോ നൗ മേക്ക് സെൻസ്, കുഴപ്പമില്ല. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥ എത്തുകയെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8%. 8% എന്ന് പറഞ്ഞാൽ 3996. നമ്മുടെ ചാർട്ടിൽ ഓൾമോസ്റ്റ് ഇവിടെ വന്ന് കയറും. ഓക്കെ, കൊള്ളാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രേഡ് എന്ത് ചെയ്യാം, ഇൻഡിഗോയിൽ പ്ലാൻ ചെയ്യും. ഇനി രണ്ടാമത്തത്, അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ എടുക്കുന്നുണ്ട് അദാനി എന്റർടൈൻമെന്റ്. അദാനി എന്റർപ്രൈസസ് ആണ്. സോ അദാനി എന്റർപ്രൈസസ് നമുക്കൊരു ഓവർ ബോട്ട് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ടെക്നിക്കൽ സൈഡ് നോക്കുന്നതിന് കാരണം ഈ സൈഡ് നമുക്ക് ഓയിൽ ബേസ്ഡ് കാര്യങ്ങൾ നോക്കാൻ കൂടുതൽ വഴിയില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഞാൻ ഡെയിലി ചാർട്ടും കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, ഡെയിലി ചാർട്ട് നോക്കിയാലും നമുക്കൊരു 2600 സംതിങ് ആണ് കിട്ടുന്നത്. സോ പിന്നെ അദാനിയാണ്, ഹൈലി വോളട്ടൈലാണ്. അതുകൊണ്ട് നമുക്കൊരു കുഷ്യൻ കിട്ടും തോന്നുന്നില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാം. ഡോക്ടർ ഡി നോക്കാം. കാരണം ഡോക്ടർ ഡിയിൽ ഇപ്പോൾ അടുത്ത റിസൾട്ട് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് IV കിടക്കുന്നുണ്ട്. ഒരു ടൈപ്പ് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു രീതിയിൽ കാണുന്നത്, 1360 റേഞ്ചിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 10% കിട്ടും നോക്കാം. 2 ട്രേഡാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഒരു ബിൽഡർ, ഡോക്ടർ ഡി. കോൾ സൈഡ് നിൽക്കുന്നത് 1350 ആണ്. 1400 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5% ഉള്ളൂ. വേണ്ട, 1450 എടുത്താൽ 8%. ഓക്കെ, കൊള്ളാം. ഒരു 8% കുഷ്യൻ ഉണ്ട്. അതും നമ്മൾ ടൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ടൈറ്റ് റെസിസ്റ്റൻസിൽ ഒരു 8% കുഷ്യൻ എന്ന് പറഞ്ഞാൽ കൊള്ളാം, നമുക്ക് കൺവിൻസിങ് ആണ്. ഇപ്പം നമ്മുടെ ബ്രേക്ക് ഇവൻ വരുന്നത് 1454 സംതിങ് ആണ്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഹൈൻ്റെ അവിടെ കിട്ടും. ഓക്കെ, കൊള്ളാം. ഡെയിലി ചാർട്ടാണ്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ അടുത്താന്ന് തോന്നുന്നു, പക്ഷേ ഡെയിലി ചാർട്ടാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. ഈ രീതിയിൽ പ്ലാൻ ചെയ്യും. ഇനി നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ കേസൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 7% അപ്പായതിനു ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം ഉണ്ട്, അപ്പോൾ ചെയ്യും. സോ ഇന്ന് ഈ എക്സ്പയറി ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് ഈ സമയത്ത് തന്നെ അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ട്രേഡ് മതിയെന്ന്.